KCBയുടെ പുതിയ കണക്ഷൻ എടുക്കുന്നതുൾപ്പെടെ എല്ലാ ഉപഭോക്തൃ സേവനങ്ങളും ഓൺലൈനാക്കുന്നു. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കൈക്കൂലി തടയുക ലക്ഷ്യമാണെന്ന് KCB ചെയർമാന്റെ വിശദീകരണം. KCBയിലെ പല സേവനങ്ങളും കാര്യക്ഷമമല്ല എന്ന വാദത്തോടെയാണ് സേവനങ്ങളെല്ലാം ഓൺലൈനിലേക്ക് മാറ്റുന്നത്. അപേക്ഷയിന്മേൽ നടപടി മനഃപൂർവ്വം വൈകിപ്പിക്കുക, ആദ്യം നൽകുന്ന അപേക്ഷ അട്ടിമറിച്ച് അവസാനം വരുന്ന അപേക്ഷ തീർപ്പാക്കുക തുടങ്ങിയ ഉദ്യോഗസ്ഥ കളികൾ നിരവധി എന്നാണ് ചെയർമാന്റെ വിശദീകരണം. നേരിട്ട് ഒരു അപേക്ഷയും ഇനി സ്വീകരിക്കില്ല. ഡിസംബർ 1 മുതലാണ് സേവനങ്ങൾ ഓൺലൈനാക്കുന്നത്. ഏതെങ്കിലും ഓഫീസിൽ നേരിട്ട് അപേക്ഷ സ്വീകരിച്ചാൽ കർശന നടപടിയെന്നാണ് ചെയർമാൻ ബിജു പ്രഭാകരന്റെ മുന്നറിയിപ്പ്. ആദ്യം ലഭിക്കുന്ന അപേക്ഷ ആദ്യം പരിഗണിക്കണം. വിതരണ വിഭാഗം ഡയറക്ടർ ഇത് കൃത്യമായി നിരീക്ഷിച്ച് ഉറപ്പാക്കണം. ഇംഗ്ലീഷുള്ള KCBയുടെ വെബ്സൈറ്റിൽ മലയാളവും ഉൾപ്പെടുത്തണം. അപേക്ഷകൾ സ്വീകരിച്ചാൽ 2 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തുക എത്രയെന്ന് അറിയിക്കാം. തുടർ നടപടികൾ വാട്സപ്പിലും SMS ആയി ഉപഭോക്താവിന് ലഭിക്കുന്നതാണ്. ജനങ്ങളുടെ സേവനത്തിനും പരാതി പരിഹാരത്തിനുമായി വിതരണ വിഭാഗം ഡയറക്ടറുടെ കീഴിൽ കസ്റ്റമർ കെയർ സെൽ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഓരോ കസ്റ്റമർ കെയർ സെന്റർ വീതം തുടങ്ങും. ജനം, തിരുവനന്തപുരം.